പരിശുദ്ധ റമളാൻ മാസത്തിൽ സംസാരിക്കുവാൻ ഏറ്റവും പറ്റിയൊരു കാര്യമാണ് സമാധാനം, പീസ്, സലാം. ഇസ്ലാമിൻ്റെ ഒരു മുദ്രാവാക്യമായിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മുസ്ലിമിൻ്റെ മുദ്രാവാക്യമായിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം അവസാനം ഇടയിൽ എവിടെയും പറയാവുന്ന ഒരു വാക്യമാണ് സലാം. ഒരു മുസ്ലിം മറ്റൊരാളെ കാണുമ്പോൾ ആദ്യം പറയുക അസ്സലാമു അലൈക്കും എന്നാണ്. പീസ്, അതാണ് ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. ഈ മതം, ഇസ്ലാം എന്ന് പറയുമ്പോൾ ഒരു ടെററിസ്റ്റിനെയൊക്കെയാണ് പലപ്പോഴും പലരും മനസ്സിൽ കാണുന്നത്. അതിന് കാരണങ്ങളുണ്ട്, തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പലതരത്തിലുള്ള സംഘടനകളും സംഘർഷങ്ങളും നോക്കിയാൽ അതിൻ്റെയൊക്കെ മുന്നിലോ ഇടയിലോ പിന്നിലോ എന്തെങ്കിലും മുസ്ലിമിനെ കാണാം. പക്ഷെ അത് യഥാർത്ഥ മുസ്ലിം അല്ല. യഥാർത്ഥ മുസ്ലിം സമാധാനവാദിയാണ്. പ്രവാചകനെ പിന്തുടരുന്ന, പ്രവാചകൻ പറഞ്ഞതനുസരിക്കുന്ന, ഖുർആൻ വിശ്വസിക്കുന്ന മുസ്ലിം സമാധാനത്തിൻ്റെ വക്താവാണ്. പക്ഷേ തമ്മിലടിച്ചുകൊണ്ട് പലപ്പോഴും ഇൻറ്റേർണലായിട്ടുള്ള തമ്മിലുള്ള കലാപങ്ങളിലൂടെയാണ് ഇസ്ലാം ഇല്ലാതാകുന്നത്. അതിൻ്റെ ബഹിർധ്വനിയാണ് ഇന്ന് ലോകം മുഴുവൻ കേൾക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ മുസ്ലിമീങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം, ഈ ഒരു ലേബിൾ ഒരു വർഗീയവാദി എന്നോ അരാജകത്വത്തിൻ്റെ ഉടമയെന്നോ ടെററിസ്റ്റ് എന്നോ എന്നുള്ള ആ ഒരു ലേബിളിൽ നിന്ന് മുസ്ലിമിനെ മാറ്റുക എന്നുള്ളതാണ്. സമാധാനം കാംക്ഷിക്കുന്ന, മറ്റുള്ളവരുടെ നന്മ കാംക്ഷിക്കുന്ന, ലോകം മുഴുവൻ സാഹോദര്യം കാംക്ഷിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ആ ഒരു മെസ്സേജ്, പീസിൻ്റെ, സലാമിൻ്റെ ആ ഒരു മെസ്സേജ് ലോകത്തിലെത്തിക്കുവാൻ, അത് ആണ് ശരിക്കും ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ ഒരു തീരുമാനമായിട്ടൊരു മുസ്ലിം എടുക്കേണ്ടത്. അതെടുത്തു കഴിഞ്ഞാൽ അത് ലോകത്തിൽ തന്നെ ലോകത്തിൻ്റെ ആരോഗ്യം, നമ്മളുടെ ആരോഗ്യം, ഈ ഒരു ജനതയുടെ ആരോഗ്യം, എല്ലാവർക്കും അത് ഏറ്റവും നല്ലൊരു ഭാവി ഉണ്ടാക്കുമെന്നുള്ളതിനൊരു സംശയവുമില്ല. അതിനുവേണ്ടി നാം ശ്രമിക്കേണ്ടത്.